അഞ്ജലി, എഴുന്നേക്ക്. രാവിലെ 8 മണിയായി. കോഫി കുടിക്ക്. ഓ ഓ അമ്മ, എന്തിനാ രാവിലെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? ഇത്രയും തണുപ്പത്ത് ആരെങ്കിലും നേരത്തെ എണീക്കോ അമ്മ? എന്റെ ദൈവമേ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഇത്രയും വലിയ കൊച്ചായി, എന്നിട്ട് ഞാൻ തന്നെ അവളെ രാവിലെ എണീപ്പിക്കണം. ഇപ്പൊ നീ സ്വന്തം വീട്ടിലാ. കല്യാണം കഴിഞ്ഞു പോയ അമ്മായിയമ്മ നിന്നെ രാവിലെ എണീപ്പിക്കും. ഇവിടെ എന്ത് ചെയ്യാനും ഞാനൊരുത്തി ഉണ്ടല്ലോ. ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ അതൊന്നും നടക്കൂല മോളെ. അമ്മ, അവിടെ ചെന്നാലും ഞാൻ കട്ടിലിൽ തന്നെ കിടക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മയമ്മ നോക്കിക്കോളൂ. ഞാൻ പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ അടുത്ത്, അമ്മയമ്മ എന്റെ അമ്മയെ പോലെ തന്നെ ആയിരിക്കണേന്ന്. എല്ലാ ജോലിയും ചെയ്തോളൂല്ലോ. അതെ അതെ അതെ, നീ അവിടെ പോ. കല്യാണം കഴിഞ്ഞപ്പ ശരിയാവും. അഞ്ജലി നല്ല ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കെന്താ അവളുടെ ഭർത്താവ് അനോജ് അവളെ വന്ന് വിളിക്കും. അഞ്ജലി, അഞ്ജലി എഴുന്നേക്ക്. എത്ര സമയായി? എനിക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാനുള്ള സമയമായെന്ന് മനസ്സിലായില്ലേ? അനോജ്, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. നല്ല തണുപ്പ്. ഒരു കമ്പിളിയും കൂടെ പൊതച്ചു തരുമോ? അഞ്ജലി, തണുപ്പ് 4-5 മാസത്തേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നീ ഇങ്ങനെ മടി പിടിച്ച് കിടക്കരുത്. ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാം. വാ, എണീക്ക്. അഞ്ജലി അപ്പോഴും എണീക്കില്ല. അപ്പൊ പെട്ടെന്ന് അവള് രാജേശ്വരി അമ്മായിയമ്മയുടെ ശബ്ദം അവൾ കേൾക്കുന്നു. അങ്ങനെ പുതുപ്പെണ്ണ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. അടുക്കളയിൽ പോയിട്ട് ചായ ഇടാൻ തുടങ്ങും. കുറച്ചേരം കഴിയുമ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് അമ്മായിയമ്മയടുത്ത് കൊടുത്ത് പറയും, ഇന്നാ അമ്മ ചൂടി ചൂടി ചായ. എന്താ ഇത്ര വൈകിയത് ചായ ഉണ്ടാക്കാനായിട്ട്? ഉറങ്ങുമായിരുന്നോ നീ? അമ്മ, എന്ത് ചെയ്യാനാ, നല്ല തണുപ്പല്ലേ. കട്ടിലിന്ന് എണീക്കാൻ പോലും തോന്നില്ല. തണുപ്പ് കാലത്ത് പതുക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. നിന്റെ ഈ ബുദ്ധിമുട്ട് എന്നോടൊന്നും പറയണ്ട. എല്ലാ ജോലിയും കറക്റ്റ് സമയത്ത് നടക്കണം. തണുപ്പായാലും ചൂടായാലും. എന്റെ വീട്ടിലെ നിയമങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ചെന്നിട്ട് പോയി ആഹാരം വെക്ക് പെട്ടെന്ന്. അത് കഴിഞ്ഞ് അടിച്ചു വാരി തുടച്ച് തുണികളൊക്കെ മടക്കി വെയ്. ശരി അമ്മ. പുതിയ മരുമകൾ പെട്ടെന്ന് ആഹാരമുണ്ടാക്കും. അടിച്ചു വാരിയതിനു ശേഷം തുണികളൊക്കെ അലക്കും. അയ്യോ, ഇതെന്ത് ഐസ് കട്ട പോലെ തണുപ്പ്. എന്നെ കൊണ്ട് കഴുകാൻ വയ്യ. പക്ഷെ ഞാൻ എന്തു ചെയ്യും? കഴുകിയില്ലെങ്കിൽ അമ്മായിമ്മ വഴക്ക് പറയും. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ കഴുകാ ഇത്. അഞ്ജലി പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിൽ തുണിയൊക്കെ കഴുകിയിടും. എന്നിട്ട് അനൂജ് ഭർത്താവിനോട് പറയും, അനൂജ്, എനിക്ക് വേണ്ടി ഒരു ഹീറ്റർ കൊണ്ടുവരുമോ? തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നേ. കഷ്ടമല്ലേ, ഒരു ഹീറ്റർ വാങ്ങിവാ. അതെന്താണെന്നറിയോ, വീട്ടുജോലി ചെയ്ത് എനിക്ക് ശീലവും ഇല്ലെന്നേ. എന്റെ വീട്ടിലെല്ലാ ജോലിയും എന്റെ അമ്മയാ ചെയ്തത്. മനസ്സിലായി അഞ്ജലി, ഇത് നിന്റെ ആദ്യത്തെ ശൈത്യകാലമല്ലേ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ നിനക്ക് വേണ്ടി ഹീറ്റർ കൊണ്ടുവരാം. അപ്പോഴേക്കും അവിടെ രാജേശ്വരി വരുന്നു. കറണ്ട് ബില്ല് കൂട്ടണ്ട ഒരാവശ്യവുമില്ല ഇവിടെ. നീ തടി കത്തിച്ചാ പോരെ. ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാ ചെയ്യാറുള്ളത്. ഈ തണുപ്പ് കാലത്തല്ലേ നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. പാവം അഞ്ജലിയുടെ മുഖം അങ്ങ് വാടിപ്പോവും. അപ്പോഴേക്കും പച്ചക്കറിക്കാരന്റെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കാം. പച്ചിലകളെടുക്ക്, ക്യാബേജ് എടുക്ക്. രാജേശ്വരി പച്ചക്കറി മേടിക്കാനായിട്ട് പുറത്തോട്ട് പോകുമ്പം അവളും പുറകെ പോകും. അമ്മ, ആ ചീര വാങ്ങിക്ക്. നമുക്കത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. അറിയാമോ, എന്റെ അമ്മ എപ്പോഴും 3 ദിവസം കൂടുമ്പോ അതുണ്ടാക്കുമായിരുന്നു. ആ ശരി. ആ ചീരക്ക് എത്രയാണ് വില പറ? കിലോയ്ക്ക് 50 രൂപയാ അമ്മേ, എടുത്തോളൂ. ഇത്രയും വിലയോ? അയ്യോ വേണ്ടേ. ശരി, ഈ മൂലിയുടെ ഇലയ്ക്ക് എത്രയാണ് പറ? കിലോയ്ക്ക് 10 രൂപയാ അമ്മേ. എന്നാ ഒരു കാര്യം ചെയ്യേ, ഇതൊരു കിലോ തന്നേരെ. ഇന്നാ മോളെ, ചീരയ്ക്ക് പകരം ഇതങ്ങ് വെച്ചാ മതി. ഇതും ആരോഗ്യത്തിന് നല്ലതാണല്ലോ, സ്വാദിഷ്ടവുമാണ്. അങ്ങനെ ദിവസങ്ങൾ പോയി. അങ്ങനെ ഒരു ദിവസം അഞ്ജലി അവളുടെ അമ്മയോട്, അമ്മ, എൻ്റെ അടുത്ത് 2 സ്വെറ്ററേ ഉള്ളൂ. ഒരെണ്ണം കഴുകുമ്പോൾ അടുത്തതിടും. അങ്ങനെയാ. എനിക്ക് 2 സ്വെറ്റർ വാങ്ങിത്തരുവോ? മോളെ, 2 സ്വെറ്റർ ധാരാളം. ദില്ലിയിൽ 2 മാസത്തേക്കുള്ളിൽ ഈ തണുപ്പ് നിൽക്കാറുണ്ടോ? പിന്നെ എന്തിനാ? പിന്നെ നിനക്ക് അത്യാവശ്യമാണേ നീ വാങ്ങ്. ഇന്നാ, ഇതെന്റെ ഷോളാണ്. 6 മാസമായി വാങ്ങിയിട്ട്. മിന്നിത്തിളങ്ങണത് കണ്ടോ? ഇത് നീ വെച്ചോ കയ്യിൽ. പിശകിന് ഒരു അതിരില്ലേ? കല്യാണം കഴിഞ്ഞ് തുടക്കം എങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒടുക്കം എങ്ങനെയായിരിക്കും? അഞ്ജലി വിഷമത്തോടെ മുറിയിലോട്ട് അങ്ങ് പോകും. തണുപ്പത്ത് തണുത്ത വെള്ളത്തിൽ ജോലിയൊക്കെ ചെയ്തവൾക്ക് അങ്ങനെ അവൾക്ക് വയ്യാണ്ടായി. അവൾക്ക് നല്ല പനിയുമാകും. പനി പിടിച്ചിട്ട് പോലും അവൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു അറിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് അവൾ അവളുടെ അമ്മേനെ വിളിച്ചു പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ അവളുടെ അമ്മ വീട്ടിലോട്ട് വരും. അനുജ്, ചേച്ചി, ഇതൊക്കെ എന്താണ്? ഞാനിങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്റെ മകൾ ഈ വീട്ടിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുമെന്നോർത്താ. പക്ഷെ ഈ വീട്ടിൽ വന്നിട്ട് അവക്ക് എല്ലാ കാര്യത്തിനും തടസ്സം മാത്രമാ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ തണുപ്പുകാലമാ.
അവളുടെ ഈ അവസ്ഥയിൽ ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അവളുടെ വീട്ടിൽ അവള് തണുപ്പുകാലത്ത് ഒരു ജോലി പോലും ചെയ്തിട്ടില്ല. ഇന്നവൾ എല്ലാവരുടെ കാര്യങ്ങളും ചെയ്യുകയാണ്. എന്നിട്ടും അവളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് അമ്മേ? നിങ്ങളുടെ പിശുക്ക് കാരണം ഇന്നെന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു? അല്ല, ഇത്രയൊക്കെ പറയാനായിട്ട് എന്താ ഉണ്ടായതമ്മേ? അമ്മേ, എന്റെ ഭാര്യയുടെ ഈ വീട്ടിലെ ആദ്യത്തെ ശൈത്യകാലമല്ലേ? ഇനി വരാനിരിക്കുന്ന ശൈത്യകാലത്ത് അവൾക്ക് എന്ത് സംഭവിക്കും? ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാജേശ്വരിക്ക് തന്നെ തോന്നി അവൾ ചെയ്തത് തെറ്റാണെന്ന്. അവളുടെ മരുമോളോട് അവൾ മാപ്പ് ചോദിക്കും. എന്നോട് ക്ഷമിച്ചുകളാ മോളെ. ഞാനിത്തിരി പിശുക്കി നോക്കിയതാ. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി തന്നെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്താ തെറ്റ് ചെയ്തേന്ന്. ഞാൻ എന്റെ മരുമോൾക്ക് ഇനി ഒരു കുറവും ഈ വീട്ടിൽ വരുത്തില്ലാട്ടോ. അതിനുശേഷം രാജേശ്വരി വീട്ടിൽ ഹീറ്റർ എല്ലാം ഉപയോഗിക്കാൻ അവളെ അനുവദിക്കുകയും ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ അവൾക്ക് ചീര, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി സ്വന്തം കൈകൊണ്ട് ഊട്ടിക്കൊടുക്കുമായിരുന്നു. അതുകൂടാണ്ട് 2 സ്വെറ്ററും വാങ്ങിക്കൊടുത്തു. അതുകൂടാണ്ട് രാജേശ്വരി തണുപ്പുകാലത്ത് ഒരു ജോലിക്കാരെയും കൂടെ വീട്ടിൽ വെക്കും. ആഹാരം ഉണ്ടാക്കാൻ അഞ്ജലിയുടെ കൂടെ നിന്ന് സഹായിക്കും. ആകാശത്ത് നല്ല ഇടിയും മിന്നലും തണുത്ത കാറ്റും കിടിലം മഴയില് നല്ല ചൂട് ചായയും പക്കോടയൊക്കെ തിന്നാൻ നല്ല രസമാണ്. പക്ഷെ മഴക്കാലം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. വൈശാലി 12 വയസ്സുള്ള മകൾ സൗമ്യ 5 വയസ്സുകാരനായ മോണ്ടിയുടെ കൂടെ ഒരു കുടിലിൽ താമസിക്കുകയായിരുന്നു. അമ്മ നോക്ക്, നമ്മുടെ ഇവിടെ വെള്ളം വീഴുന്നു. വെള്ളം മുഴുവൻ അകത്ത് കേറുവാണല്ലോ. എന്റെ ദൈവമേ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വെള്ളം മുഴുവൻ കേറുമല്ലോ. നല്ല ഇടിയും മിന്നലും ആയിരുന്നു. വൈശാലി കുടിലിന്റെ മേളിൽ ടാർപോളിനൊക്കെ ഇട്ട് അപ്പോഴേക്കും മഴ അകത്ത് കയറുന്നത് ഇത്തിരി ഒന്ന് നിന്നായിരുന്നു. മമ്മി നിർത്ത്, താഴേക്ക് വാ. ഇപ്പൊ വെള്ളം അധികം താഴേക്ക് വരുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് പക്കവട ഉണ്ടാക്കിത്താ. മഴയിൽ പക്കവട തിന്നാൻ നല്ല രസമായിരിക്കും അല്ലേ ചേച്ചി? മിണ്ടായിരിക്കടാ മോണ്ടി. അമ്മ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? പാവം, മഴ നനയാ കിടന്ന്. നിനക്കാണെങ്കിൽ പക്കോട തിന്നണം ഇപ്പ. വൈശാലിക്ക് കൊച്ചമ്മയുടെ ഫോൺ വന്നു. അല്ലേലും നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് സമയത്തിന്റെ വില അറിയില്ല. നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് എപ്പോഴും അതുകൊണ്ടാ പിച്ച തണ്ടേണ്ടി വരുന്നത്. വീട്ടിലാണെ ജോലി കിടക്കുക. എന്റെ മകനാണെങ്കിൽ പക്കോട തിന്നാൻ കൊതി. നീയാണെങ്കിൽ വരുന്നുമില്ല. കൊച്ചമ്മേ, എന്റെ വീട്ടിൽ മഴവെള്ളം കയറുക. അതാ ഞാൻ പിന്നെ അത് ശരിയാക്കിയിട്ട് ഞാനിപ്പോ തന്നെ വരാം. വൈശാലി പെട്ടെന്ന് തന്നെ മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു. വൈശാലി, മോണ്ടിക്ക് ആഹാരമൊക്കെ കൊടുത്തിരിക്കണം കേട്ടോ. ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. അമ്മ, പുറത്ത് നല്ല മഴയാ. ദാ ഇത് വെച്ചോ കയ്യിൽ, ഇത് വെച്ച് മൂടിക്കോ. വൈശാലി സൗമ്യ കൊടുത്ത പ്ലാസ്റ്റിക് ഇട്ട് പുറത്തുപോയി. പുറത്താണെങ്കിൽ വെള്ളം മുട്ടുവരെ ആയി കഴിഞ്ഞിരുന്നു. മഴയാണെങ്കിൽ നിൽക്കുന്നതുമില്ല. ദൈവമേ, ഞാൻ അവിടെ എത്തുന്ന വരെ ഒന്ന് ഇത്തിരി മഴ നിർത്തിത്താ. അത് കഴിഞ്ഞ് നീ എത്ര വേണേ പെയ്തോ. ഇത് പറഞ്ഞപ്പോഴേക്കും മഴ വീണ്ടും കൂടി. ഇടിയും മിന്നലും കൂടാൻ തുടങ്ങി. അവൾ അപ്പോഴേക്കും വഴിയിൽ ഒരു മരം വീണ് കിടക്കണ കണ്ടു. അത് കാരണം വഴി തടഞ്ഞിരിക്കുകയായിരുന്നു. ഷോ, ദൈവം കഷ്ടപ്പെടുത്താൻ തുടങ്ങിയ അങ്ങ് കഷ്ടപ്പെടുത്തും. ഇനി ഞാൻ എന്താ ചെയ്യാ? എങ്ങനെയാ പോവാ? എങ്ങനെയൊക്കെയോ വീണ് കിടന്ന മരം ക്രോസ് ചെയ്തു വൈശാലി. ഓ, രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞു. അയ്യോ, എന്റെ ചെരുപ്പ് എവിടെ? അയ്യോ, എന്റെ ചെരുപ്പ് പോയല്ലോ. ദേഷ്യം വന്ന് വൈശാലി മെറ്റ ചെരുപ്പ് എറിഞ്ഞിട്ട് കൊച്ചമ്മയുടെ വീട്ടിലേക്ക് എത്തി. നിന്നെപ്പോലത്തെ പിച്ചക്കാരിക്ക് എപ്പോഴും ഇങ്ങനെയാ. സമയത്ത് ഒരു കാര്യവും ചെയ്യില്ല. എന്നിട്ട് കിടന്ന് ദൈവത്തിനെ കുറ്റം പറയും. ഞങ്ങൾക്ക് ഈ അവസ്ഥ എന്തിനാ തന്നേന്ന്. കൊച്ചമ്മ, നല്ല മഴയാണ് പുറത്ത്. മുട്ടുവരെ വെള്ളം കയറി. എനിക്കേ അറിയുള്ളൂ ഞാൻ എങ്ങനെ ഇവിടെ എത്തിന്ന്. അയ്യോയ്യോ, നിന്റെ ഈ അഭിനയത്തിന് അവാർഡ് തരണല്ലോ. പോയി ജോലി ചെയ്യ്. ആദ്യം നീ ഈ തറ മുഴുവൻ വൃത്തിയേടാക്കിയില്ലേ, അത് പോയി വൃത്തിയാക്ക്. എന്നിട്ട് അടുക്കളയിലുള്ള പാത്രമൊക്കെ കഴുകി ചായയും പക്കോടയൊക്കെ ഉണ്ടാക്കി ആഹാരം ഉണ്ടാക്കണം. വൈശാലി ഒന്നും മിണ്ടാതെ നേരെ അടുക്കളയിലോട്ട് പോയി. എന്നിട്ട് ചായയും ആഹാരവും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അടിച്ച് വൃത്തിയാക്കി സ്വന്തമായും വൃത്തിയായി. അമ്മേ, വൈശാലി ആൻറ്റി ഇന്ന് പക്കവട നന്നായിട്ടുണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിൽ ഉപ്പ് വളരെ കൂടുതലായിരുന്നു. എനിക്ക് കഴിക്കാൻ വേണ്ട. നീ ആള് കൊള്ളാലോ. നിനക്ക് ദേഷ്യം എന്നോട് തീർക്കാൻ പറ്റാത്തോണ്ട് ഇതിൽ തീർത്തല്ലേ. പോയി ഈ പക്കോട കളഞ്ഞിട്ട് പുതിയ പക്കോട ഉണ്ടാക്കിയേ. വൈശാലിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഒന്നും മിണ്ടിയില്ല അവൾ. വീണ്ടും അവൾ പക്കോട ഉണ്ടാക്കി മകന് കൊണ്ടുകൊടുത്തു. ബാക്കി മിച്ചം വന്ന പക്കോട ഒരു കവറിലെടുത്ത് രാത്രിയായപ്പോ വീട്ടിലേക്ക് പോയി. എടി വൈശാലി, നിക്ക് നിന്റെ കയ്യിലെന്താണ്? എന്താ മോഷ്ടിച്ചോണ്ട് പോണത്? കൊച്ചമ്മേ, എത്ര വർഷമായിട്ട് ജോലി ചെയ്യേ ഇവിടെ. ഞാൻ കള്ളിയാന്ന് തോന്നുന്നുണ്ടോ? കൊച്ചമ്മയല്ലേ പറഞ്ഞ പക്കോട എടുത്ത് കളയാൻ. പക്കോട കളയാന് പകരം എന്റെ പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാന്ന് കരുതി. അതും ഒരു മോഷണം തന്നെയാ. എല്ലാ മാസം എണ്ണി വാങ്ങിക്കുന്നുണ്ടല്ലോ. ആ പൈസയ്ക്ക് പിള്ളേർക്ക് പക്കോട കൊടുത്താൽ മതി.
ഇതെല്ലാം അവളുടെ ഭർത്താവ് കേട്ടോണ്ടിരുന്ന് ഫൈനലി അയാൾ അവിടെ വന്നു. എന്താ ഇത്? അവരത് കൊണ്ടുപോകണേ കൊണ്ടുപോകട്ടെ. പക്കവടകൾ പുറത്തേക്ക് എറിയുന്നതിനേക്കാൾ ഭേദമല്ലേ ആ കുട്ടികൾ കൊടുക്കുന്നത്? ഭർത്താവും ഭാര്യയും വഴക്കിടണ കണ്ട വൈശാലി ആ പക്കോട പട്ടിക്ക് എറിഞ്ഞു കൊടുത്തു. അവിടെ നിന്നൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോന്നു. രാത്രിയിലെ മഴ നിൽക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അവൾ നടന്നു പോവുകയായിരുന്നു. വഴിയിൽ ഏതോ കുഴി തുറന്നു കിടക്കുകയായിരുന്നു. വെള്ളം നിറഞ്ഞിരിക്കുന്നോണ്ട് അവൾക്ക് കാണാൻ പറ്റിയില്ല. വൈശാലി ആ കുഴിയിൽ അങ്ങ് വീണു. രക്ഷപ്പെടുത്തൂ, രക്ഷപ്പെടുത്തൂ, ഒന്ന് രക്ഷപ്പെടുത്തൂ ആരെങ്കിലും, എന്റെ പെള്ളാരനി എന്ത് ചെയ്യോ? അയ്യോ! ഇത്രയും കനത്ത മഴയത്ത് വെളിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുഴിയിൽ തന്നെ വീണവൾ മരിച്ചുപോയി. അവിടെ 2 പിള്ളേരും അമ്മേനെ കാത്ത് കിടക്കുകയായിരുന്നു. ചേച്ചി 12 മണിയായി, എന്താ അമ്മ ഇനിയും വരാത്തത്? മോണ്ടെ, നീ വിഷമിക്കാതെ ഉറങ്ങിക്കോ. നീ പുറത്ത് കണ്ടില്ലേ, നല്ല മഴയാണ്. ചിലപ്പോ അമ്മ കൊച്ചമ്മയുടെ വീട്ടിലായിരിക്കും. നമ്മുടെ കയ്യിൽ പിന്നെ ഫോണും ഇല്ലല്ലോ ഒന്ന് വിളിച്ചു ചോദിക്കാൻ. രാത്രി അമ്മ വീട്ടിൽ വന്നില്ല. രാവിലെ ആയപ്പോൾ അവിടെ എല്ലാവരും കൂട്ടം കൂടി. അവർക്ക് കുഴിയിൽ നിന്നൊരു ശവം കിട്ടിയത് വൈശാലിയുടെ ആയിരുന്നു. പോലീസ് അന്വേഷിച്ച് കൊച്ചമ്മയുടെ വീട്ടിലെത്തി, വൈശാലിയുടെ മൃതദേഹം കൊണ്ട്. അല്ല, ഈ മൃതദേഹം കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയോ? കാരണം ഈ സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തു എന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞു. ഇവരുടെ വീട്ടിലെ അഡ്രസ്സ് ഒന്ന് പറയാവോ? ഇവരുടെ കുടുംബത്തിലുള്ളവരെ അറിയിക്കാം. വൈശാലിയുടെ മൃതശരീരം കണ്ട് കൊച്ചമ്മയും ഭർത്താവും ഞെട്ടിപ്പോയി. അതെ ഇൻസ്പെക്ടർ സർ, ഇവിടെ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. എങ്ങനെയാ മരിച്ചത്? എങ്ങനെ മരിച്ചുവെന്നോ? നിങ്ങൾ പണക്കാർക്ക് ഈ പാവങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും അറിയില്ലല്ലോ. രാത്രിയിൽ ജോലി കഴിഞ്ഞ് പോകുന്ന വഴി മൊത്തം ഇരുട്ടായിരുന്നില്ലേ? റോഡിലാണെങ്കിൽ നല്ല തിരക്കുമാണ്. നിങ്ങളതെന്താ മനസ്സിലാക്കാത്തത്? അഴുക്കുചാലിൽ വീണ് മരിച്ചിരിക്കണം. ഡ്രെയിനേജിൽ നിന്നാണ് ഞങ്ങൾ ഇവരെ പുറത്തെടുത്തത്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, മഴ പെയ്യുന്ന സമയത്ത് ഇവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന്. ചായയും പക്കോടയും കഴിക്കാതെ നിനക്ക് ഉറക്കം വരില്ലേ? ഒരു ദിവസം നീ ജോലി ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമോ? കൊച്ചമ്മയ്ക്ക് അവൾ ചെയ്ത തെറ്റ് മനസ്സിലായി. അല്ല, എനിക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന്. എത്രയൊക്കെ മഴയുണ്ടെങ്കിലും എല്ലാവരും അവരവരുടെ ജോലിക്ക് പോകുന്നതല്ലേ. മരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? അങ്ങനെ 2 പേരും വൈശാലിയുടെ മൃതദേഹം കൊണ്ട് അവളുടെ വീട്ടിലെത്തി. വൈശാലിയുടെ 2 മക്കൾ സൗമ്യയും മോണ്ടിയും പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കാരണം അവർക്ക് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അമ്മോട് ഞാൻ പറഞ്ഞല്ലേ ഇത്ര മഴയത്ത് ജോലിക്ക് പോവണ്ടെന്ന്? ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. അമ്മേ, അമ്മയുടെ കണ്ണ് തുറക്കൂ. നോക്കിക്കേ, നമ്മുടെ മേൽക്കൂരയിൽ വീണ്ടും വെള്ളം ചോരുന്നുണ്ട്. ഇതൊക്കെ ഇനി ആര് ശരിയാക്കും അമ്മേ? വൈശാലിയുടെ 2 പിള്ളേരുടെ അവസ്ഥ കണ്ട് 2 പേർക്കും നല്ല സങ്കടമായി. പിള്ളേരെ, നിങ്ങൾ വിഷമിക്കരുത്. എന്റെ മനസ്സത്ര കല്ലല്ല. ഇനി മുതൽ ഞാൻ നിങ്ങളെ നോക്കും പിള്ളേരെ. നിങ്ങൾ കാരണ എന്റെ അമ്മ മരിച്ചത്. നിങ്ങൾ നിർബന്ധിച്ച് അമ്മനെ വിളിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അമ്മ വരൂലായിരുന്നു. കുട്ടികളെ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. പണമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സമ്പന്നരാവാം. പക്ഷേ ഹൃദയത്തിൽ സമ്പന്നരാവാൻ ഒരുപാട് സമയം വേണ്ടിവരും. ഇന്ന് ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. വരൂ, ഞങ്ങളുടെ കൂടെ വരൂ. വൈശാലിയുടെ അന്തിമ സംസ്കാരം ചെയ്തു. സൗമ്യയും മോണ്ടിയും അവരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കുറെ നാൾ കഴിഞ്ഞ് സൗമ്യ ഒരു ഇൻസ്പെക്ടറായി. മോണ്ടി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ മാനേജറും. മോണ്ടി അവര് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് അമ്മയുടെ പേര് വെച്ച് ഒരു വീട് പണിതു. അമ്മ എവിടെയായിരുന്നാലും അമ്മ ഞങ്ങളെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മഴക്കാലത്ത് വീടിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങളത് എന്നേക്കുമായി ശരിയാക്കി. മോണ്ടി ഇത് പറഞ്ഞതോടെ അവന്റെ കണ്ണു നിറഞ്ഞു. മോണ്ടി, നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അമ്മയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും ഇനി സംഭവിക്കരുത്. നമ്മൾ ഇനിയും പാവപ്പെട്ടവരെ സഹായിക്കണം. അതെ ചേച്ചി പറഞ്ഞ ശരിയാ. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് ഒരുപാട് പാവങ്ങളെ സഹായിക്കാനാവും. അങ്ങനെ നമ്മുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. പൈസയുള്ളവർക്ക് മഴ ഒരു രസം തന്നെയാണ്. എന്നാൽ പാവപ്പെട്ടവർക്ക് അത് ദുഃഖകരമായ സംഭവമാണ്. ഒരു നേരത്തെ ആഹാരം പോലുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. Thanks for watching.